ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ ആയല്ലേ കണ്ടിട്ട് നല്ലൊരു ബ്യൂട്ടി വ്ളോഗ് ചെയ്തിട്ട്, ഫേസ് പാക്ക് മസാജ് ആണെങ്കിലും ഒരു നല്ല ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണെങ്കിലും നല്ലൊരു മേക്കപ്പ് വീഡിയോ ആണെങ്കിലും ഒക്കെ ചെയ്തിട്ട് കുറേ ആയി. അപ്പം ഇനി മുടക്കമില്ലാതെ നല്ല നല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള സിമ്പിൾ ഫേസ് പാക്ക്. അത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, അതിൽ കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. നമ്മൾ എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് ബോയ്സ് ആണെങ്കിലും ഗേൾസിനാണെങ്കിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു ടാൻ റിമൂവിങ് ഫേസ് പാക്ക് കൂടിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ദിയ. അപ്പം നമുക്ക് പണി തുടങ്ങാം. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് വേണ്ടത് നല്ല തരിയുള്ള അരിപ്പൊടിയാണ് വേണ്ടത്. രണ്ടാമത് വേണ്ടത് ഗ്ലിസറിനാണ്. ഈ രണ്ട് സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ സ്ക്രബ് ചെയ്യുന്നതും നല്ലതാണ്. അപ്പം സ്ക്രബൊക്കെ ചെയ്യാതെ നിങ്ങളൊന്ന് ഫേസ് പാക്ക് ഇടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഫേസ് പാക്ക് ഒന്ന് ഇട്ട് നോക്കുക. അടിപൊളി ഫേസ് പാക്കാണ്. പിന്നെ ഗ്ലിസറിൻ, അരിപ്പൊടി മീൻസ് ഇത് നല്ല കുറച്ച് തരിയുള്ള അരിപ്പൊടിയാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട്. എന്നിട്ട് ആദ്യം നമുക്കൊന്ന് ഡെഡ് സ്കിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. തരിയുള്ള അരിപ്പൊടിയും ഗ്ലിസറിനാണ് എടുക്കുന്നത്. ഇത് രണ്ടും എടുക്കുന്നതിന് മുന്നേ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ വിചാരം എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഫേസ് പാക്കിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് അറിയാം, പലരും യൂസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ എല്ലാവർക്കും മനസ്സിലാവും എന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഈ അടുത്താണ് മനസ്സിലായത്, നമ്മൾ എടുക്കുന്ന എല്ലാവരും യൂട്യൂബ് ചാനൽ കണ്ട് അതുപോലെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. ഫേസ് പാക്ക് ഒന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ എടുക്കുന്ന ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് അളവിനായിരിക്കണം. അതൊന്നും അറിയാതെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം പറയുന്ന അളവനുസരിച്ച് നമ്മൾ സാധനങ്ങൾ യൂസ് ചെയ്താലേ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഫേസ് പാക്ക് മുഖത്തിട്ടിട്ട് ഒരുപാട് സമയമൊന്നും ഇരിക്കാൻ പാടില്ല. കൂടുതൽ സംസാരിച്ച് ചളമാക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാര്യം ഞാൻ പറയാം. ഇതാണ്. അപ്പം അരിപ്പൊടിയുണ്ട്. അരിപ്പൊടി ഞാൻ കുറച്ച് തരിതരിപ്പുള്ള അരിപ്പൊടിയാണ് എടുക്കുന്നത്. അത് കുറച്ച് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. കണ്ടോ വീഴുന്നത് കാണുന്നുണ്ടോ? ആവശ്യത്തിനുള്ളത് മതി. ഇനി അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നല്ല ഗ്ലിസറിൻ തന്നെ വാങ്ങിക്കണം, എങ്കിലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇത് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഗ്ലിസറിനാണ്, നല്ലതാണ്. അതുപോലെ ഗ്ലിസറിൻ ഉപയോഗിക്കുമ്പോൾ വാരിക്കോരി ഒഴിച്ച് ഉപയോഗിക്കരുത്. ഒരു 3-4 ഡ്രോപ്സ് നമ്മുടെ ഈ ഫേസ് പാക്ക് നമുക്കൊന്ന് ഇതാവാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം മതി. അതിനുശേഷം നമുക്ക് വെള്ളമോ തൈരോ അല്ലെങ്കിൽ വേറെ റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഇത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയും ഗ്ലിസറിനുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്ലിസറിൻ നന്നായിട്ട് ഇതിൽ മിക്സ് ആയിട്ടില്ലെങ്കിൽ കുറച്ച് തൈരോ പാലോ എന്തെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് മിക്സ് ആക്കാൻ കുറച്ച് തൈര് വേണം. ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ആ തൈര് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കാം. ഒരു സെറ്റപ്പിൽ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റാത്തത്. കണ്ടാൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഗ്ലിസറിൻ മാത്രം എടുത്താൽ മതി. ആ ഗ്ലിസറിൻ എടുത്തിട്ട് ഒന്ന് തരിതരിപ്പുള്ള അരിപ്പൊടിയാണ് എടുത്തത്. അത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാം. ഈ മൂക്കിൻ്റെ ഈ സൈഡിൽ, മൂക്കിൽ, ഈ ലിപ്പിൻ്റെ താഴെ ഇവിടെയൊക്കെയാണ് നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ നെറ്റിയെടുത്ത ഈ സൈഡിൽ വരാനുണ്ട്. അപ്പം എവിടെയാണ് നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളത് അവിടെയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് ചുണ്ടിലും കൂടി ഇട്ടോ, ഒരു പ്രശ്നമില്ല. മുഖത്തിട്ട് ഒരച്ച് പിടിച്ചൊരച്ച് അതിന് ഇതാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സ്കിന്നാണ്. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, നല്ലൊരു സ്ക്രബിങ് ആണ്. അതുപോലെ തന്നെ നല്ല ഒരു നമ്മുടെ ഫേസിനൊരു ഗ്ലോ കിട്ടുന്നതും
ഇത് നമുക്ക് ഈ സ്ക്രബ് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. പക്ഷേ നല്ല ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. നല്ലതാണ്, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, ഫേസിന് നല്ല ഗ്ലോ കിട്ടുന്ന നല്ല ശരിക്കും 100% ഗ്യാരണ്ടി ഞാൻ പറയുകയാണ്. അത്രയ്ക്കും നന്നായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇടയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പം ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പോയി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഫേസ് പാക്ക് ഇടാം. അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് കഴുകി സ്ക്രബെല്ലാം കളഞ്ഞു. ഞാനത് തുടച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഈ നനവോടുകൂടി തന്നെ ഫേസ് പാക്ക് ഇടാം. ഫേസ് പാക്ക് ഇടാനും വേറെ ഒന്നുമില്ല, അരിപ്പൊടി, നല്ല നൈസായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടി. നമ്മൾ ഒരു തരിയും ഇല്ലാത്ത നല്ലൊരു അരിപ്പൊടി ആയിരിക്കണം. അത് ഞാൻ കാണിച്ചില്ലതാ, കണ്ടോ? ഇതാണ് നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഗ്ലിസറിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് വേറെ ഒന്നുമില്ല, രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ പറഞ്ഞു. ഏതായാലും ഓൾറെഡി നമ്മുടെ ഫേസ് നന്നായിട്ട് നനഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്ന് സ്റ്റീം ചെയ്തിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് എല്ലാം പോവും. ഗ്ലിസറിൻ അറിയാമല്ലോ, നമ്മുടെ ഫേസിന് ഏറ്റവും നല്ലൊരു സാധനമാണ്. ഗ്ലോ കിട്ടാനും നമ്മുടെ ടാൻ മാറാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഗ്ലിസറിനും കുറച്ച് നാരങ്ങ നീരും കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്തിട്ട് അരിപ്പൊടിയിലോ അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടി അതിലോ മിക്സ് ചെയ്തിട്ടാലും അടിപൊളി ഫേസ് പാക്കാണ്. നമുക്കിനി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസ് പാക്ക് നിങ്ങൾ അരിപ്പൊടി എടുത്തിട്ട് ഗ്ലിസറിൻ കുറച്ചൊരു 4-5 ഡ്രോപ്സ് ഒഴിക്കുക. അതിൽ നന്നായിട്ട് മിക്സ് ആയില്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി, വെള്ളമോ തൈരോ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. അല്ലാതെ ഒരുപാട് ഗ്ലിസറിൻ എടുത്ത് ഒഴിച്ചേക്കരുത്, മുഖം പൊള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 5 ഡ്രോപ്സ് അത് മതിയാവും. എന്നിട്ട് നിങ്ങൾക്ക് അത് നന്നായിട്ട് മിക്സ് ആയില്ല എങ്കിൽ കുറച്ച് വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ ആയിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നല്ലതുപോലെ ടാൻ ഉണ്ടെങ്കിൽ ശകലം തൈര് അത് മതി. വേറെ ഒന്നും ഇതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല. ഇത് ബോയ്സിനും ഗേൾസിനും നന്നായിട്ട് ഉപയോഗിക്കാം, ദിവസവും ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. നല്ല ഗ്ലോ വരും ഫേസിന്. എന്ന് വെച്ചാൽ അത്രയും ടാൻ അടിച്ച് സ്കിന്നൊക്കെ പോയി ഇരിക്കുന്നവർക്കാണ് ദിവസവും ഉപയോഗിക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഫേസ് പാക്ക് ഇട്ടിട്ട് ഒരു 1-2 മണിക്കൂറൊന്നും ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. ഒന്ന് ഡ്രൈ ആയി നമ്മുടെ സ്കിന്ന് വലിഞ്ഞൊന്ന് ഡ്രൈ ആയി വരുന്നു എന്ന് തോന്നുന്ന സമയത്ത് തന്നെ നമ്മൾ വാഷ് ചെയ്ത് കളയാം. ഇതിനി ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. ഒരുപാട് ഡ്രൈ ആവണ്ട, ഒരു 10-15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് ഡ്രൈ ആയിക്കോളും. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം. അതുവരെ ഫോണിൽ നോക്കോ, മെസ്സേജ് നോക്കോ, TV കാണോ, വായിക്കോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇട്ട് നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്യാം. അടിപൊളി ഫേസ് പാക്ക് ആണിത്. നല്ല ഫേസ് പാക്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഗ്ലിസറിനും അരിപ്പൊടിയും മാത്രം മതി. ടാനൊക്കെ ഉണ്ടെങ്കിൽ, നല്ല ടാൻ ഉണ്ടെങ്കിൽ കുറച്ച് തൈരും കൂടി യൂസ് ചെയ്താൽ മതി. നല്ല അടിപൊളി ഫേസ് പാക്കാണ് ഇത്. നമുക്ക് 1-2 ദിവസം കൂടുമ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫേസ് പാക്കാണ്. അപ്പം ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അന്നെന്തെങ്കിലും കമൻറ്റൊക്കെ അടിക്കണേ. അപ്പോൾ അതൊക്കെ ഒരു രസമല്ലേ. അപ്പം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.